ഈ കാണുന്ന ഒരു ആൾട്ടോ കാറാണ്. ഈ ആൾട്ടോ കാറിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ സാധനങ്ങളും ഓരോ ആവശ്യക്കാരെത്തി ഗ്ലാസിന് ബമ്പറ്, സൈഡ് മിററായി, ബമ്പറായി, ടെയിൽ ലാമ്പായി ഓരോ സാധനങ്ങളും ആവശ്യക്കാർ വന്ന് ആവശ്യത്തിനനുസരിച്ച് ഇളക്കി കൊടുക്കുന്നതാണ്. ഈ ഇരിക്കുന്ന എല്ലാ എഞ്ചിനുകളാണ്. സാധാരണക്കാരുടെ വാഹനമായി 800-ന്റെ മുതൽ മാരുതി 800, സ്കോർപിയോ, ഫോർച്യൂണർ എല്ലാ വാഹനങ്ങളുടെയും എഞ്ചിൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതിന് പാർട്സുകൾ കേരളത്തിൽ ഏത് സ്ഥലത്ത് വേണേലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എനിവേ എന്തെങ്കിലും കംപ്ലൈൻറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതാണ്. ഇപ്പം പുതിയതായിട്ട് വന്നതാണ് ഈ i20 വാഹനം. ഈ വാഹനത്തിന്റെ പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റും ബമ്പറും മാത്രമേ പോയിട്ടുള്ളൂ. അലോയ് വീല് തൊട്ട് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് കാണുന്ന ഈ വാഹനം ഓഡിയാണ്. ഈ കാണുന്ന ഇന്നോവ ആണ്. തൊട്ട് ബാക്കി കിടക്കുന്നത് മെർസിഡീസ് ബെൻസ് ആണ്. സാധാരണക്കാരുടെ വാഹനമായ 800 വരെയുള്ള വാഹനങ്ങളുടെ എല്ലാ സ്പെയർ പാർട്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അത് നമ്മൾ പുതിയത് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളിലും വളരെ വിലക്കുറച്ച്, അതായത് 100 രൂപയുടെ സാധനത്തിന് നമ്മൾ 25 രൂപ വരെ വില വാങ്ങിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സാധനത്തിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വാങ്ങുന്ന സാധനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മൾ സാധനം തിരിച്ചെടുക്കുന്നതാണ്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളൊന്നും നനയാത്തതാണ്. നമ്മുടെ വാഹനങ്ങളൊന്നും നനയത്തില്ല. നമ്മുടെ എല്ലാ വാഹനങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ എല്ലാ വാഹനങ്ങളുടെയും ഗ്ലാസ്, മറ്റ് സൈഡ് മിറർ, അതുപോലെല്ലാം പുതിയ സാധനങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ കാണുന്ന ഒരു ആൾട്ടോ കാറാണ്. ഈ ആൾട്ടോ കാറിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ സാധനങ്ങളും ഓരോ ആവശ്യക്കാരെത്തി ഗ്ലാസിന് ബമ്പറ്, സൈഡ് മിററായി, ബമ്പറായി, ടെയിൽ ലാമ്പായി ഓരോ സാധനങ്ങളും ആവശ്യക്കാർ വന്ന് ആവശ്യത്തിനനുസരിച്ച് ഇളക്കി കൊടുക്കുന്നതാണ്. അതിന്റെ ബാക്കിയാണ് ഈ കാണുന്നത്. ഇതുപോലൊക്കെ ഓരോ വാഹനങ്ങളുടെയും സാധനം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്ന എല്ലാ എഞ്ചിനുകളാണ്. സാധാരണക്കാരുടെ വാഹനമായി 800-ന്റെ മുതൽ മാരുതി 800, സ്കോർപിയോ, ഫോർച്യൂണർ എല്ലാ വാഹനങ്ങളുടെയും എഞ്ചിൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതിന്റെ പാർട്സ് ആണെങ്കിൽ പാർട്സ് കൊടുക്കും. പിന്നെ അതുപോലൊക്കെ എഞ്ചിൻ വേണ്ടവർക്ക് എഞ്ചിൻ കൊടുക്കാൻ പറ്റും. പിന്നെ സെപ്പറേറ്റ് ഓരോരോ പാർട്സുകൾ വേണ്ടവർക്ക് അത് നമ്മൾ ഇതിൽ നിന്ന് അഴിച്ചു കൊടുക്കും. കിടക്കുന്നതൊക്കെ അതിന്റെ ഓരോ ഡോറ്, ഡിക്കി ഡോറ്, സൈഡ് ഡോറുകളെ, ഗ്ലാസ്സുകൾ എല്ലാം നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഈ കിടക്കുന്ന ഒരു XS4 വണ്ടിയാണ്. ഈ കിടക്കുന്ന ഒരു XS4 വണ്ടിയാണ്. ഇതിന്റെ ഈ സാധനങ്ങൾ ഇതുപോലെ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോന്നും അഴിച്ചു കൊടുത്തതാണ്. ബാക്കിയാണ് ഈ കിടക്കുന്നത്. പിന്നെ ആ കിടക്കുന്ന അക്കോർഡാണ്. ഇത് സൂപ്രപ്പാണ്. പിന്നെ അതിനപ്പുറം കിടക്കുന്ന ഫോർഡാണ്. ആ ഇരിക്കുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിലും അതിന്റെ സ്പെയർ പാർട്സ് അഴിച്ചിട്ട് മുകളിൽ ബോഡി വെച്ചേക്കുന്നതാണ്. ആ വാഹനത്തിന് ആവശ്യക്കാർ നല്ല ബോഡിയാണ്. ഇപ്പൊ ചിലപ്പോൾ അതിന്റെ ഒരു ബോഡിക്ക് 800-ന്റെ ആവശ്യക്കാർ വന്നാൽ അത് കൊടുക്കും. ഈ കിടക്കുന്നത് കാമറിയാണ്. ഈ കിടക്കുന്ന ടൊയോട്ടയുടെ കാമറി വാഹനമാണ്. ഇതും അതുപോലൊക്കെ പാർട്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഈ കിടക്കുന്നത് നമ്മുടെ സ്കോഡ ഫാബിയ ആണ്. സ്കോഡ ഫാബിയ ഇതിന്റെ എല്ലാ പാർട്സുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ അതുപോലൊക്കെ ഇത് i20 വാഹനമാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് നമ്മുടെ ഇതിന് പാർട്സുകൾ കൊടുത്തു തുടങ്ങിയതേ ഉള്ളൂ. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നോക്കിയാൽ സീറ്റുകളൊക്കെ നല്ല അടിപൊളി സീറ്റുകളാണ്. പിന്നെ അതുകൊണ്ട് സെറ്റ് ഉണ്ട്. മറ്റേ ഏത് സാധനങ്ങൾ വേണേലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, ഏത് വണ്ടിയുടെയും. ഇപ്പം പുതിയതായിട്ട് വന്നതാണ് ഈ i20 വാഹനം. ഈ വാഹനത്തിന്റെ പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റും ബമ്പറും മാത്രമേ പോയിട്ടുള്ളൂ. അലോയ് വീല് തൊട്ട് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അതിന്റെ ഇന്റീരിയർ, അതിന്റെ സെറ്റ്, മറ്റു ഭാഗങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കുന്നു. ഇപ്പം നമുക്ക് പറയാനാണെങ്കിൽ നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 200 വാഹനങ്ങളോ ഉണ്ട്. എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ 800 തൊട്ട് ഓടി, അതുപോലൊക്കെ എല്ലാ ലക്ഷറി വെഹിക്കിളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ കിടക്കുന്ന ഒരു കൊറോള വാഹനമാണ്. ടൊയോട്ട കൊറോള ആണ്. അതും ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് നമ്മുടെ അടുത്ത് വന്നേക്കുന്നതാണ്. അതിന്റെ സാധനങ്ങളൊന്നും അങ്ങനെ പോയി തുടങ്ങിയിട്ടില്ല. അതിന്റെ ടെയിൽ ലാമ്പ് എല്ലാം അവൈലബിൾ ആണ്. ഹെഡ്ലൈറ്റ് എല്ലാം ഇതിന്റെ അവൈലബിൾ ആണ്. പിന്നെ പിന്നെ ഈ കിടക്കുന്ന ക്വാളീസ് പഴയ ജനറേഷൻപ്പെട്ട ക്വാളീസാണ്. ക്വാളീസിന്റെ ഇതുപോലൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അത്യാവശ്യത്തിന്റെ സൈഡ് ഗ്ലാസും മറ്റു കാര്യങ്ങളും ഒക്കെ പോയിട്ടുള്ളൂ. ബമ്പർ പോയിട്ടുണ്ട്. ബാക്കി സീറ്റ് മറ്റു കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഏകദേശം 200-ൽ പരം വണ്ടി നമ്മുടെ അടുത്തുണ്ട്. ഈ വണ്ടികൾക്കെല്ലാം ഈ നമ്മുടെ ആവശ്യം ഇത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. പുതിയതായിട്ട് വരുന്ന വണ്ടികൾ മാത്രമാണ് നമ്മൾ ഷോറൂമിൽ കയറ്റുന്നത്. ഈ ആദ്യഘട്ട ഉളങ്ങരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരിടം മാത്രമേ ഉള്ളൂ മഴ നനയാതെ വണ്ടി കിട്ടുന്നത്. ബാക്കി എല്ലായിടത്തും ഓപ്പൺ ഏരിയയിൽ കിടക്കുന്ന വണ്ടികളാണ്. നമ്മുടെ ഈ ഒറ്റ ലൊക്കേഷനിൽ മാത്രമേ ഉള്ളൂ മഴ നനയാതെ വണ്ടി ഇട്ടേക്കുന്നത്. ഈ കിടക്കുന്ന ലാൻസറാണ്. ലാൻസറിന്റെ ഈ പറഞ്ഞ പോലെ ഈ ഗ്ലാസും സൈഡ് മിററും മാത്രമേ പോയിട്ടുള്ളൂ. മറ്റു സാധനങ്ങളെല്ലാം ഉണ്ട്. ഈ കിടക്കുന്നത് ഹോണ്ട സിവിക്കാണ്. ഹോണ്ട സിവിക്കിന്റെ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് മറ്റു സാധനങ്ങളെ പോലും. ഇതൊക്കെ പുതിയതായിട്ട് വന്ന വണ്ടികളാണ്.
മാക്സിമം നമ്മൾ 3 months കഴിയുമ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റും. പാർട്സുകൾ തീരുമ്പോൾ 3 months മാക്സിമം, അത് കഴിയുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി പുതിയ വണ്ടി കയറ്റും. അതെ, ഇതാണ് നമ്മുടെ ചീഫ് മെക്കാനിക്ക് ഷിജു. പുള്ളിയാണ് അത്യാവശ്യം ഏത് സാധനം ഏത് വണ്ടിയുടെയും 5 സെക്കൻഡ് കൊണ്ട് അഴിച്ചു തരുന്ന ആളാണ്. പിന്നെ അത് നമ്മുടെ മാനേജറാണ് മനീഷ്. പിന്നെ ഇവർ രണ്ടും മെക്കാനിക്കുകളാണ്. പിന്നെ മറ്റുള്ള 1-2 പേര് സ്റ്റാഫുകൾ ഇന്നില്ല. എൻ്റെ പേര് അൻവർ എന്നാണ്. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ണറാണ്. ഞാൻ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പാർട്സുകൾ കേരളത്തിൽ ഏത് സ്ഥലത്ത് വേണേലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എനിവേ എന്തെങ്കിലും കംപ്ലൈൻറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതാണ്.